ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. അതിനു മുൻപ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ചോദ്യം പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു വിത്ത് റെഫറൻസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? സോ മോഡേൺ ഇന്ത്യയും എന്താണ് പോസ്റ്റ് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. പർട്ടിക്കുലർലി എന്താണ് ഇറ്റ്സ് എ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ ശരിയായിട്ടുള്ള ചോദ്യം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രോബബ്ലി മനസ്സിലാവും ഏറ്റവും കൂടുതൽ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 3 എണ്ണവും ഇതിൽ തെറ്റാണ്. ഈ 3 തെറ്റിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ശരിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ ശരിയാവുന്ന ഉത്തരം പിക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 3 തെറ്റാവാനായിട്ടുള്ള സാധ്യതകൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് ഓപ്ഷൻ, ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ കോത്താരി കമ്മീഷൻ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സോ UGC ഫോം ചെയ്തിരിക്കുന്നത് കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. Second statement, the Surgent scheme introduced the universal free and compulsory education for children between the age of 6 and 11 years. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് സർജന്റ് സ്കീം അല്ലെങ്കിൽ സർജന്റ് പ്ലാൻ പ്രകാരം ഫോം ചെയ്തത് എന്നാണ് പറയുന്നത്. ദെൻ 1904 യൂണിവേഴ്സിറ്റി ആക്ട്, ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 വാസ് ഇനാക്ടഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ സാറ്റ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. Fourth statement, Sir Thomas Relic Commission was appointed to study and report the problems faced by the primary education system. ഓക്കെ, സോ 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ? നമ്മളുടെ സ്പെക്ട്രം ബുക്ക് ഉണ്ടല്ലോ, സ്പെക്ട്രം ബുക്ക്, അതില് നമ്മൾ ഇൻഡിപെൻഡൻസ് പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പെർട്ടിക്കുലർ പാർട്ട് ഉണ്ട്. അവിടെ ഈ കമ്മീഷനുകളെ കുറിച്ചിട്ടെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. റെയിൽവേ കമ്മീഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ എന്താണ് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ദെൻ സർജന്റ് പ്ലാനിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ചോദ്യം കിട്ടും. അല്ലാത്തവര്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സർജന്റ് സ്കീം കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റെയിൽവേ കമ്മീഷൻ കേട്ടിട്ടുണ്ടാകണമെന്നില്ല. സോ ഇതിനെ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്ന് കൂടിയിട്ട് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകും. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവര് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകണം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡൽഹി റൈറ്റ്സ് കേസിൽ. ഡൽഹി റൈറ്റ്സ് കേസിൽ 2 മുഖ്യ പ്രതികൾ എന്ന് അക്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് കഴിഞ്ഞ വീക്കില് ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവരുടെ ഈ ട്രയൽസ് കാരണം നമ്മളുടെ ഡൽഹി റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട്, CAA പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 2019-20 കാലഘട്ടങ്ങളിൽ ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ UAPA ചുമത്തിക്കൊണ്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് പേരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അതിൽ ഒരു പെർട്ടിക്കുലർ കേസാണ് ഡൽഹിയുടെ പ്രധാനപ്പെട്ട ഏരിയയിൽ റൈറ്റ്സ് നടത്തിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്താണ് പ്രക്ഷോഭം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് UAPA ചാർജ് ചെയ്തുകൊണ്ട് കുറച്ചധികം ആളുകൾ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കാരണം 5 വർഷമായി ഇവർ ട്രയലിന് വേണ്ടിയിട്ട് എവിടെ കിടക്കുകയാണ്? ജയിലുകളിൽ കിടക്കുകയാണ്. സോ അത് ഒരു പ്രോബ്ലം ആയിട്ട് ഇവിടെ എടുത്തു പറയുകയാണ്. സോ എന്താണ് ആർട്ടിക്കിൾ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 22 പർട്ടിക്കുലർലി ഒരു അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന എന്താണ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെ? സോ ആർട്ടിക്കിൾ 22 നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 22-നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന്, ഓർഡിനറി ലോവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ. ഓക്കെ, ഓർഡിനറി ലോവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ, അദ്ദേഹത്തിന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കും? റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ബി ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ. അതായത് നിങ്ങൾ ഏത് കുറ്റത്തിനാണോ അറസ്റ്റ് ചെയ്തത്
ആ കുറ്റം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മോഷണക്കുറ്റത്തിനാണ് അകത്തായതെങ്കിൽ നിങ്ങൾ മോഷണക്കുറ്റത്തിനാണ് അകത്തായത് എന്ന് നിങ്ങളോട് കൃത്യമായിട്ട് പോലീസ് പറഞ്ഞിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ റൈറ്റ് എന്താണ്? റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ബി ഡിഫൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ. നിങ്ങൾക്കൊരു വക്കീലിനെ കാണാനായിട്ടും വക്കീലിനോട് നിയമസഹായം ആവശ്യപ്പെടുവാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? സോ അദ്ദേഹത്തെ പിടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അദ്ദേഹം ഇന്നൊരു കേസ് ഉണ്ട് എന്ന് ഇൻഫോം ചെയ്യും ആദ്യം. അതായത് നിങ്ങൾ ഇന്ന ഒരു കേസിലാണ് എന്ന് ഇൻഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറയും? എനിക്ക് നമ്മളുടെ വക്കീലിനായിട്ടൊന്ന് ബന്ധപ്പെടണം എന്ന് പറയും. സോ നമ്മളെ കൈരളി ടിവിയുടെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ തേർഡ് റൈറ്റ്, റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതായത് കൃത്യം 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, എക്സ്ക്ലൂഡിംഗ് ദ ജേർണി ടൈം. അതും ഒരു സിനിമയിലുണ്ടല്ലോ, നമ്മളുടെ മമ്മൂട്ടിയുടെ പോലീസായിട്ടുള്ള സിനിമയുടെ പേരെന്താണ് മറന്നുപോയി. സോ അദ്ദേഹം എവിടെയാണ്, ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലോ എവിടെയോ പോയിട്ട് പ്രതിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സീനിയർ പോലീസ് ഓഫീസർ പറയും, അല്ലെങ്കിൽ SP വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ അവർ പറയും, ഇല്ല ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നില്ല, ഞങ്ങൾ താണ്ടിയ വഴികളെല്ലാം കാണിക്കാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരും. സോ ആ ജേർണി ടൈം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നില്ല. പകരം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ജേർണി ടൈം എക്സ്ക്ലൂഡ് ചെയ്യാം. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ടു ബി റിലീസ്ഡ് ആഫ്റ്റർ 24 hours അൺലെസ് ദ മജിസ്ട്രേറ്റ് ഓതറൈസസ് ഫർദർ ഡിറ്റൻഷൻ. ഓക്കെ, സോ മജിസ്ട്രേറ്റ് ഫർദർ ഓർഡർ ചെയ്യാത്തിടത്തോളം കാലം 24 മണിക്കൂറിനുള്ളിൽ അകം കസ്റ്റഡിയിൽ വെക്കരുത്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റുകളെല്ലാം എന്താണ്? ഓർഡിനറി ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഓർഡിനറി ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. എന്നാൽ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കേസിൽ, PD ആക്ടുകളുടെ കേസിൽ എന്താണ്? ഈ റൈറ്റുകളൊന്നും വില പോകില്ല. സോ വാട്ട് ഈസ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ? എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കുറ്റം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, സോ ഒരാള് കുറ്റം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നടപടികളാണ് നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടുപേരെയും PD ആക്ടിലാണ്, UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ അണ്ടറിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റുകളും കിട്ടുമോ? അവർ ഏത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? So, the detention of a person cannot exceed 3 months unless the advisory board report sufficient cause for extended detention. അതായത് 3 മാസത്തേക്ക് അവരെ ഡിറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. Okay, the ground of detention should be communicated to the detainee. However, the facts considered to be against the public interest need not be disclosed. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ഉള്ള കാരണം നിങ്ങളെ ബോധിപ്പിക്കണം. ഓർഡിനറി നിയമമാണെങ്കിൽ, ഓർഡിനറി ലോ ആണെങ്കിൽ. എന്നാൽ നിങ്ങൾ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ PD ആക്ടിന്റെ അണ്ടറിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പോലീസ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, പോലീസിന് നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. വിച്ച് മീൻസ് അത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരാണെങ്കിൽ. സോ വാട്ട് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യം വരും. ഓക്കെ, സോ വാട്ട് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ചോദ്യം വരുമ്പോൾ അതൊരു വേഗ് ടേമാണ്. ഓക്കെ, സോ പോലീസിന് എന്താണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് വേണമെങ്കിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ PD ആക്ടിന്റെ അണ്ടറിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല പണിയാണ് ഊരിപ്പോരാനായിട്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, the detainee should be afforded an opportunity to make a representation against the detention order. സോ വക്കീലിനെ കാണാനായിട്ട്, അതും പെർട്ടിക്കുലർലി വക്കീലൊന്നും എടുത്തു പറയുന്നില്ല, ലീഗൽ പ്രാക്ടീഷണർ എന്നൊന്നും എടുത്തു പറയുന്നില്ല, ആരെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാലൊക്കെ ഊരിപ്പോരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ ഇത് ഒരു വെയ്ഗ് ആയിട്ടുള്ള ടേമാണ് ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതൊരു PD ആക്ട് ആണോ? പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണോ? അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാനായിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആക്ട് ആണ് UAPA ആക്ട് എന്ന് പറയുന്നത്.
ദെൻ പലതരത്തിലുള്ള ആക്ടുകൾ ഉണ്ട്. മീസ ആക്ട്, മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതിനെ അന്നത്തെ ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നത് മെയിന്റനൻസ് ഓഫ് ഇന്ദിര ആൻഡ് സഞ്ജയ് ഗാന്ധി ആക്ട് എന്നായിരുന്നു. സോ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മകനായിരുന്നു. സോ അവർ രണ്ടുപേരുമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രൊമിനന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ. ഓക്കെ, സോ അവരുടെ ആക്ട് അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആക്ട് എന്ന് ആ ആക്ടിനെ കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പോട്ട എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഈ ആക്ട് പ്രഖ്യാപിക്കാറുണ്ട്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാപ്പ കേസിൽ അകത്തായ പ്രതിയെ നാട് കടത്തി അല്ലെങ്കിൽ ജില്ല കടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ കാപ്പ എന്ന് പറയുന്നതും എന്താണ്? കേരളത്തിലെ ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ്. സോ കേരളത്തിലെ ഒരു PD ആക്ട് ആണ്. സോ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിലെ UAPയിലെ സെക്ഷൻ 15 പ്രകാരം എന്താണ്? ഈ ടെററിസ്റ്റ് ആക്ട് എന്നതിന് വെയ്ഗ് ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ സെക്ഷൻ 16 പ്രകാരം ടെററിസ്റ്റ് ആക്ട് ഒരു തീവ്രവാദ പ്രവർത്തനം എന്നതിന് വെയ്ഗ് ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടെററിസ്റ്റ് ആക്ട് which include action intended to threaten Indian unity. ഇന്ത്യൻ യൂണിറ്റിയെ ത്രട്ടൺ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, എക്കോണമിക് സെക്യൂരിറ്റി, or to strike terror using explosive weapons or other means to cause death. എന്താണ്? മാരകമായ രീതിയിൽ എന്താണ് മരണം സംഭവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ യൂണിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും സെക്യൂരിറ്റിക്കും എക്കോണമിക് സെക്യൂരിറ്റിക്കും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഓർ ഡാമേജ് ടു മോണിറ്ററി സ്റ്റെബിലിറ്റി, കൗണ്ടർഫീറ്റ് നോട്ടുകൾ അടിക്കുക. ഓക്കെ, ഇറ്റ്സ് എ ബോർഡ് ഡെഫിനിഷൻ കവറിംഗ് വേരിയസ് ഹാർംഫുൾ ആക്ട്സ് എയിംഡ് അറ്റ് destabilizing the nation or causing widespread fear. അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എന്ത് പറയുന്നു? ഹാർംഫുൾ ആക്ട്സ് എയിംഡ് അറ്റ് ഡീസ്റ്റെബിലൈസിംഗ് നേഷൻ ഓർ കോസിംഗ് വൈഡ് സ്പ്രെഡ് ഫിയർ, ഒരു പേടി പരത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ നേഷനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവൃത്തി. നോട്ട് ജസ്റ്റ് ഓവേർട്ട് വയലൻസ്, വയലൻസ് മാത്രമല്ല, ഇങ്ങനെയുള്ള പേടി പരത്തുന്ന പ്രവർത്തികൾ, നേഷനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവർത്തികൾ, ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? നമ്മളുടെ UAPA ആക്ടിന്റെ അണ്ടറിൽ വരും. സോ ഇറ്റ്സ് എ വേഗ് ടേം. എന്താണ് നേഷനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ് ഒരു മനുഷ്യനെ പേടി കൊടുക്കുന്നത്, കോസിംഗ് വൈഡ് സ്പ്രെഡ് ഫിയർ കൊടുക്കുന്നത് എന്താണ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ റിഗറസ് ആയിട്ടുള്ള പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുകളുടെ എല്ലാം പ്രത്യേകത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സം വാട്ട് വെയ്ഗ് ആയിരുന്നു. കാരണം എന്താണ്? ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയ്ഗ് ടേമുകൾ ആഡ് ചെയ്യുന്നത്. സോ കോസിംഗ് വൈഡ് സ്പ്രെഡ് ഫിയർ എന്താണെന്ന് ഒരു ജഡ്ജിനോ ഒരു പ്രധാനമന്ത്രിക്കോ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റൂ? ഇല്ല. സോ അങ്ങനെ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ ഈ ആർട്ടിക്കിളിലെ നമ്മളുടെ ഡൽഹി സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് അകത്ത് പോകാനായിട്ട് കാരണം. ഓക്കെ, ദെൻ സെക്ഷൻ 43D സബ്സെക്ഷൻ 5 പ്രകാരം ഇങ്ങനെ അകത്താകുന്നവർക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ്? 3 മാസം ഡിറ്റൻഷൻ ചെയ്യാനായിട്ടുള്ള കാലാവധി ഉണ്ട്, 90 ദിവസം ഡിറ്റൻഷൻ ചെയ്യാനായിട്ടുള്ള കാലാവധി ഉണ്ട്. അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് കുറ്റത്തിന്മേലാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സെക്ഷൻ 43 UAPUയുടെ 43 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മേജർ പ്രൊവിഷൻ മേക്കിംഗ് ബെയിൽ ഡിഫിക്കൽട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇഫ് ദ കോർട്ട് ഫൈൻഡ് എ പ്രിമാ ഫേസി കേസ് അഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ്, അതായത് ഈ അക്യൂസിനെതിരെ ഒരു പ്രിമാ ഫേസി പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കേസിന്റെ ഫാക്ടിലേക്കൊക്കെ പിന്നെ പോകാം, നിങ്ങൾക്കെതിരെ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അക്യൂസിനെതിരായിട്ട് ആരാണോ കുറ്റം ആരോപിതനായിട്ടുള്ളവര് അവർക്കെതിരായിട്ട് പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് നിലവിലുണ്ടെങ്കിൽ ദ ബെയിൽ ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ്, ബെയില് ഒരിക്കലും ഗ്രാൻഡ് ചെയ്യില്ല. ഓക്കെ, അൺലെസ് ദർ ഈസ് ആൻ എക്സെപ്ഷൻ. സോ എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുകളുടെ കേസസിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ബെയിൽ ഈസ് ആൻ എക്സെപ്ഷൻ.
നോർമലി അങ്ങനെയല്ല. ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നുള്ളതാണ് നമ്മളുടെ ആരാണ് ആ, ആ, മുന്നത്തെ സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടായിരുന്നല്ലോ, ഐ ഫൊഗോട്ട് ഹിസ് നെയിം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് കോട്ടിംഗ് ആണ്, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. പക്ഷേ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കാര്യത്തിൽ എന്താണ്? ജയിൽ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ, ബട്ട് ബെയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ഓക്കെ, സോ സെക്ഷൻ 43D സബ്സെക്ഷൻ ഇറ്റ്സെൽഫ് പറയുന്ന ഒരു കാര്യം എന്താണ്? ബെയിൽ ഷാൽ നോട്ട് ബി ഗ്രാന്റഡ്. നിങ്ങൾക്കൊരു പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് അക്യൂസിനെതിരായിട്ടുണ്ടെങ്കിൽ ബെയില് കൊടുക്കേണ്ട കാര്യമില്ല. പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് ഇല്ലാണ്ട് ആരെങ്കിലും ഒരു UAPA കേസിന്റെ അണ്ടറിൽ പിടിച്ചകത്തിടൂ? ഇല്ല. സോ ബെയിൽ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ എന്താണ് പണ്ട് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഡൽഹി ബ്യൂറോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, കാപ്പൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി. സോ അദ്ദേഹവും ഇതുപോലെ എന്താണ് ഉത്തർപ്രദേശിലേക്ക് എങ്ങോട്ടോ പോകുന്ന വഴിക്ക് നമ്മളുടെ പോലീസ് പിടിക്കും. ഉത്തർപ്രദേശോ ഡൽഹിയോ ആണോ എന്ന് അറിയില്ല, ഞാൻ പെർട്ടിക്കുലർലി ആ കേസ് ഓർമ്മയിൽ നിൽക്കുന്നില്ല. സോ പോലീസ് പിടിക്കുകയും എന്താണ് കുറ്റത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പോലും പറയാതെ ഇദ്ദേഹത്തെ പിടിച്ച് ഡിറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. COVID-19 കാലഘട്ടം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സോ അദ്ദേഹത്തെ ആദ്യം ഒരു സ്കൂളിലേക്ക് ഇട്ടു എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് നാള് എന്താണ് എവിടെയാണെന്ന് വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ PD ആക്ടിന്റെ അണ്ടറിലാണ്. സോ ഈ PD ആക്ടിന്റെ അണ്ടറിൽ ഇദ്ദേഹത്തിനോട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് എന്ത് കേസിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെയിൽ ഡിനൈ ചെയ്യാൻ പോലും ആർക്ക് സാധിക്കും? കോടതിക്കും ഭരണകൂടത്തിനും സാധിക്കും. സോ PD ആക്ടിന്റെ അണ്ടറിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറലോകം കാണുക അല്ലെങ്കിൽ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്? ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിയെയും യൂണിറ്റിയെയും തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ മേജർലി PD ആക്ടിന്റെ അണ്ടറിൽ പെടുത്തുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. മിസ്റ്റർ എക്സ്, ആൻ ഇന്ത്യൻ സിറ്റിസൺ, was arrested under a preventive detention law made under Article 22 of the Indian Constitution. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന ഒരാളെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 22 പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, which of the following has been provided under the Constitution of India? Okay, so first statement, he must have been arrested as per the law enacted by the parliament. ഓക്കെ, പാർലമെന്റ് ഇനാക്ട് ചെയ്ത ഒരു ലോയിൽ മാത്രമേ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, all the facts related to his detention may or may not be communicated to him. അതായത് വേണമെങ്കിൽ may or may not be communicated to him. Third statement, the detention cannot exceed 3 months unless an advisory board recommends so. Okay, select the correct answer using the code given below. So ഏതാണ് കറക്റ്റ് ആൻസർ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? പാർലമെന്റിന് മാത്രമാണോ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അധികാരം കൊടുത്തിരിക്കുന്നത്? അല്ല, പാർലമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേരളത്തിൽ കാപ്പ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സേ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓൾ ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ഹിസ് ഡിറ്റൻഷൻ മേ ഓർ മേ നോട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം. അറിയാം എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഡിറ്റൻഷൻ കനോട്ട് ബി എക്സീഡ് 3 months അൺലെസ് എ അഡ്വൈസറി ബോർഡ് റെക്കമെൻഡ്സോ. അതും ശരിയാണ്. 3 മാസം അല്ലെങ്കിൽ 90 ദിവസത്തിൽ കൂടുതൽ എന്താണ് ഡിറ്റൻഷൻ എക്സീഡ് ചെയ്യണമെങ്കിൽ അഡ്വൈസറി ബോർഡിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരിയായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ആ ഒരു കാര്യം മറക്കരുത്. സോ ഇവിടെ എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള പ്രിവെന്റീവ് ഡിറ്റൻഷൻസിന്റെ പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതാണ് ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുകൾ, അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ എന്താണ്, ആർട്ടിക്കിൾ 22 എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളതാണ് ഇവിടെ. സോ സ്റ്റേറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടർ. Okay, then coming to second article. എന്താണ് സെക്കൻഡ് ആർട്ടിക്കിൾ? ആൻ എക്സ്പ്ലോറേഷൻ ഓഫ്
ഇന്ത്യാസ് മിനറൽസ് ഡിപ്ലോമസി. നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് റയർ എർത്ത് എലമെന്റുകൾ അടക്കമുള്ള മിനറൽസ് ആവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. 2035 ആകുമ്പോഴേക്കും ഈ മെറ്റൽസുകൾ കൈകളുള്ള രാജ്യങ്ങളായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളായി മാറുന്നത്. കാരണം ചിപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ദെൻ വെഹിക്കിൾസ് പ്രൊഡക്ഷൻസ് വേണ്ടിയിട്ട്, ദെൻ അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, റോബോട്ടിക്സിൽ വേണ്ടിയിട്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ റയർ എർത്ത് എലമെന്റുകൾ യൂസ് ചെയ്യേണ്ട ഒരവസ്ഥ. സോ ഇന്ത്യക്ക് ഈ റിസർവുകൾ എന്താണ്? റിസർവുകൾ താരതമ്യേന കുറവാണ്. ഓക്കെ, സോ ഇന്ത്യക്ക് ഈ റിസർവുകൾ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് ഇന്ത്യ പല കൺട്രീസുമായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, അല്ലെ? മേജർ റയർ എർത്ത് എലമെന്റുകളിൽ അല്ലെങ്കിൽ മിനറൽസുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, പ്രൊമനന്റ് ആയിട്ട് ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആരാണ്? ചൈനയാണ്. ഓക്കെ, സോ ചൈനയും ഇന്ത്യയും ഈക്വലി കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് മറ്റ് കൺട്രീസുമായിട്ട് മിനറൽ ഡിപ്ലോമസിയിൽ ഏർപ്പെടുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ലോങ് ടേം ആൻഡ് ഇമ്മീഡിയറ്റ് രണ്ട് രീതിയിൽ, അതായത് ഒരു ലോങ് ടേം പ്ലാനും ഉണ്ട് നമുക്ക്, ദെൻ ഇമ്മീഡിയറ്റ് പ്ലാനുകളും ഉണ്ട്. നമുക്ക് ഒരു വശത്ത് നിന്ന്, അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഡിപ്ലോമാറ്റിക് പോളിസിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തു വരാം. സോ റയർ എർത്ത് എലമെന്റുകളായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു കൺട്രി ഏതാണ്? ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഓസ്ട്രേലിയയുടെ മിനറൽ റിസോഴ്സുകളെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് പാർട്ണർഷിപ്പുകളെ കുറിച്ചിട്ടും നമ്മൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 2022 നമ്മൾ ഒപ്പിട്ട ഇന്ത്യ ഓസ്ട്രേലിയ ക്രിട്ടിക്കൽ മിനറൽസ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, സോ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിട്ടിക്കൽ മിനറൽസ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർഷിപ്പ്. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ജോയിന്റ് റിസർച്ച് ചെയ്യും. ഓക്കെ, ദെൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ നമ്മൾ ജോയിന്റ്ലി ചെയ്യും. ദെൻ സപ്ലൈസ്, ലോങ് ടേം സപ്ലൈസ്, ഫോർ എക്സാമ്പിൾ റയർ എർത്ത് എലമെന്റ് ഓസ്ട്രേലിയയുടെ ഇന്ന ഭാഗത്തുണ്ട് എന്നുള്ളത് എന്താണ്? ജോയിന്റ്ലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതിന് ഒരുപാട് മെക്കനൈസേഷൻസ് വേണം, ഒരുപാട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ജോയിന്റ്ലി പണം മുടക്കുകയും അത് എക്സ്പ്ലോർ ചെയ്തെടുക്കുകയും എന്താണ് ലോങ് ടേം സപ്ലൈ നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഇൻഡോ ഓസ്ട്രേലിയ ക്രിട്ടിക്കൽ മിനറൽ ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ്. നമ്മൾ ക്രിക്കറ്റ് കളിയിൽ ഒഴിച്ച് വേറെ ഒരു പ്രശ്നങ്ങളിലും ഓസ്ട്രേലിയയായിട്ട് അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറില്ലാത്ത ഒരു കൺട്രിയാണ്. എന്നാൽ ജപ്പാനിലേക്ക് പോകുമ്പോൾ, ക്വാഡ് കൺട്രീസിൽ മുകളിലുള്ള ഒരു കൺട്രി ജപ്പാനിലേക്ക് പോകുമ്പോൾ എന്താണ്? ഒരു ലോങ് ടേം ബേസ്ഡ് അപ്രോച്ച് ആണ് നമ്മൾ ജപ്പാന് കാണിച്ചു കൊടുക്കുന്നത്. ജപ്പാന് ഒരു റയർ എലമെന്റ് ക്രൈസിസ് ഉണ്ടായിരുന്നു. എന്താണ്? ജപ്പാനിലേക്കുള്ള റയർ എർത്ത് എലമെന്റുകളും മിനറൽസുകളും ചൈനയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ചൈന ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ ജപ്പാനിലേക്കുള്ള റയർ എർത്ത് എലമെന്റുകളും മിനറൽസുകളും കയറ്റി അയക്കുന്നത് നിർത്തി, ഓക്കെ, അല്ലെങ്കിൽ കണക്ക് കുറയ്ക്കുകയാണ് എന്ന് ഒറ്റയടിക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടു. വാട്ട് ഹാപ്പൻസ്? ജപ്പാൻ അവരുടെ ബുദ്ധി പ്രയോഗിച്ചു. അവര് റീസൈക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങി, ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി, സ്റ്റോക്ക് പൈൽ ചെയ്യാനായിട്ട് തുടങ്ങി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ കറന്റ് എന്തോരം റിസോഴ്സസുകൾ ഉണ്ടോ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ മറ്റു കൺട്രീസുമായിട്ട് അലയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ സ്റ്റോക്കുകൾ പൈൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് അവരുടെ പ്രോബ്ലം മാറ്റിമറിച്ചത്. അല്ലാണ്ട് ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഒരു രാജ്യത്തിലേക്ക് അവർ കൊണ്ടുപോയില്ല. സോ അതേപോലെ ഒരു റെസൈലിയൻസ് മോഡല് നമുക്കും അവരുമായിട്ടുള്ള കണക്ഷനിലൂടെ ബിൽഡ് ചെയ്തെടുക്കാം. സോ ഇന്ത്യൻ റയർ എലമെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളുടെ ആരായിട്ട് ജപ്പാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് റിസർച്ചിന് വേണ്ടിയിട്ടും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ജപ്പാനുമായിട്ടുള്ള ഇന്ത്യയുടെ മിനറൽ പോളിസി എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഡിഫറന്റ് കൺട്രീസ് ഉണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട്, 5 നേഷൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രധാനമന്ത്രി? ഓക്കെ, ആഫ്രിക്കൻ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഘാനയിൽ പോയിട്ടുണ്ടായിരുന്നു, ഗാംബിയയിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമീബിയ എന്ന് പറയുന്ന കൺട്രി, സാംബിയ എന്ന് പറയുന്ന കൺട്രിയൊക്കെ ആയിട്ട് നമുക്ക് ഹൈ റിലേഷൻസ് എവിടെയുണ്ട്? നമ്മളുടെ
ക്രിറ്റിക്കൽ മിനറൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റയർ എർത്ത് എലമെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ട്. ദെൻ ഗാനയാണെങ്കിൽ ഗോൾഡിന്റെ ഒരു കൺട്രി ആണെന്ന് നമുക്കറിയാം. സോ ഇങ്ങനെയുള്ള കൺട്രീസുമായിട്ടൊക്കെ ഈ മോദിജി കൂടിക്കാഴ്ച നടത്തുന്നത് ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്യാനായിട്ടാണ്. ചൈനയ്ക്കും ഇവിടെ പ്രധാനമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. പക്ഷേ ചൈന ഇതെല്ലാം ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ്. അവരുടെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മെക്കനൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇവർ പ്രോഫിറ്റ് മൊത്തം അടിച്ചെടുക്കുന്ന രീതിയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഒരു ജോയിന്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് കൊളാബറേഷൻ ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ് കറന്റ് ഹൈ പൊട്ടൻഷ്യൽ ലോ പ്രഡിക്റ്റബിലിറ്റി ഉള്ള കൺട്രിയാണ്. ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. സോ യുണൈറ്റഡ് നേഷനെ ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. യുണൈറ്റഡ് നേഷനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി. ഓക്കെ, ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യ US ബന്ധത്തിൽ ഉടലെടുത്ത, പ്രത്യേകിച്ച് റയർ എർത്ത് എലമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്ത ട്രസ്റ്റ് ഇനീഷ്യേറ്റീവിന്റെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പിനെ ട്രാൻസ്ഫോം ചെയ്യുക, നമ്മളുടെ കൺട്രീസിന്റെ റിലേഷൻഷിപ്പിനെ ട്രാൻസ്ഫോം ചെയ്യുക. സോ ഇതുവഴി എന്താണ് നമ്മളുടെ റയർ എർത്ത് എലമെന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജികളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുക, റിസർച്ചുകൾ കൂട്ടുക, ദെൻ പ്രോസസ്സിംഗ് കൂട്ടുക, റിക്കവറി കൂട്ടുക, ഇതെല്ലാമാണ് ഇന്നോവേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്കും പ്രൊമോട്ട് ചെയ്തു. സോ നിങ്ങൾ റയർ എർത്ത് എലമെന്റുകളെ കുറിച്ച് എഴുതുമ്പോൾ ഈ ട്രസ്റ്റ് ഇനീഷ്യേറ്റീവ് ഏറ്റവും വലിയ രീതിയിൽ, ഏറ്റവും എലാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ നിങ്ങൾ എഴുതാതെ വിടരുത്. ഓക്കെ, സോ ഈ ട്രസ്റ്റ് ഇനീഷ്യേറ്റീവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ യൂറോപ്യൻ യൂണിയൻ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓസ്ട്രേലിയ പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു, ദെൻ ആഫ്രിക്കൻ റീജിയൻ പറഞ്ഞു, ദെൻ യൂറോപ്യൻ യൂണിയൻ പറയാൻ പോവുകയാണ് നമ്മൾ. യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ വന്നിട്ടുണ്ടായിരുന്നു ജർമ്മനിയുടെ. സോ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? യൂറോപ്യൻ യൂണിയനിലും മേജർലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒറ്റ കൺട്രിയിലായിരുന്നു, അത് ചൈന എന്ന് പറയുന്ന കൺട്രിയിലായിരുന്നു. എന്നാൽ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ട് 2022 യൂറോപ്യൻ യൂണിയൻ ക്രിറ്റിക്കൽ റോ മിനറൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്തു. അതുവഴി യൂറോപ്പിൽ തന്നെ ഇന്നോവേഷൻസ് വർദ്ധിപ്പിക്കുക, റീസൈക്ലിങ്ങുകൾ കൂട്ടുക, ചൈനയുടെ ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ പ്രമാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്രിറ്റിക്കൽ റോ മിനറൽസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് നമ്മൾ യൂറോപ്യൻ യൂണിയൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യക്ക് അതൊരു പ്രൊമിനന്റ് ആണ്. കാരണം എന്താണ്? ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ചിലും ഇന്നോവേഷനുകളിലും ടെക്നോളജിയിലുമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ റിസോഴ്സ് റിച്ച് കൺട്രീസിനെ മാത്രം നമ്മൾ ഡിപ്ലോമസിയിൽ ഉൾക്കൊള്ളിച്ചാൽ പോരാ. പകരം എന്താണ്? ഇതുപോലെ ടെക്നോളജി റിച്ച് ആയിട്ടുള്ള കൺട്രീസിനെയും കൂടിയിട്ട് നമ്മൾ നമ്മളുടെ റിസോഴ്സസുകളിൽ ഉപയോഗിക്കണം. ദെൻ എന്താണ് മറ്റൊരു പോയിന്റ് പറയുന്നത്? ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ബ്രസീൽ, അർജന്റീന, വെനിൻസുല, ദെൻ ചിലി, ഈ കൺട്രീസിനെ എല്ലാം ഹൈ കണ്ടന്റ് എന്തുണ്ട്? നാച്ചുറൽ റിസോഴ്സസുകളുണ്ട്, റയർ എർത്ത് എലമെന്റുകളുണ്ട്, മിനറൽസുകളുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, സോ അതാണ് ആ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയുടെ മിനറൽ ഡിപ്ലോമസിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ എല്ലാ സ്പേസിലും മിനറൽ ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കണം, എന്നിട്ട് വേൾഡ് മാപ്പ് മനസ്സിൽ വരണം. ഓരോ സ്ഥലങ്ങളിലും എന്താണ് നമ്മളുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ, നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻ പഠിക്കുന്നത് പോലെ തന്നെ മിനറൽ ഡിപ്ലോമാറ്റിക് പൊസിഷൻ, മിനറൽ റിലേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, ഈസ് എ ചീഫ് എഡിറ്റോറിയൽ. നമ്മളുടെ എഡിറ്റോറിയൽ ടീമിന്റെ എഡിറ്റോറിയൽ എന്താണ്? നമ്മളുടെ ഇറാനിന്റെ ചേഞ്ചസ്, ഇറാന്റെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യണം എന്നുള്ളതിന്റെ നമ്മളുടെ എഡിറ്റോറിയൽ വ്യൂ ആണ്. സോ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താണ്? ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇറാന്റെ പ്രോബ്ലത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറാൻ ഹാസ് എ സ്ട്രക്ചറൽ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സോ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ ഇന്നലെ ഒന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എഡിറ്റോറിയൽ ഈസ് ഓൾസോ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം
1.33% മാത്രമേ നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉള്ളൂ. സോ ആ മിസ്റ്റേക്കുകളെ ഇന്നത്തെ പത്രത്തില് ഹിന്ദു എഡിറ്റോറിയൽ ടീം എടുത്തു കാണിച്ചിരിക്കുകയാണ്. സോ മൂവിംഗ് ഓൺ, ഇന്ത്യ ഈസ് ഗെറ്റിംഗ് റിഡ് ഓഫ് ആൻ ഔട്ട്ഡേറ്റഡ് ഡാറ്റ സെറ്റ് ഫോർ മെഷറിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഇന്ത്യ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ് അല്ലെങ്കിൽ മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഹിന്ദുവിന്റെ വിമർശനം. അത് ഒരു പരിധി വരെ ശരിയാണ്. എന്താണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മളുടെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ചെയർമാൻ ആയിട്ടുള്ള രംഗരാജൻ സാറും ഈ ഒരു പെർട്ടിക്കുലർ ബേസിസിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുവേർഡ്സ് എനിക്ക് തോന്നുന്നു നവംബർ ഓർ ഒക്ടോബറിലാണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. 9 മന്ത് ലോ, ഇൻഫ്ലേഷൻ 9 മന്ത് ലോവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായി കഴിഞ്ഞാലും ഫെബ്രുവരിയിൽ പുതിയ ഡാറ്റ സെറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ. സോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചുരുക്കി പറയുന്നത്. ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ നിങ്ങൾ ഈ ഒരു എഡിറ്റോറിയലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേ. എന്താണ് ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ജനങ്ങൾ ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചില പ്രോബ്ലംസ് സംഭവിക്കും. എന്താണ്? മാർക്കറ്റിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതായത് ഭാവിയിൽ ഉള്ളിയുടെ വില കൂടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവിയിൽ സ്വർണത്തിന്റെ വില കൂടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ സംഭവിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ ഓവറായിട്ട് കറന്റ്ലി ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇഫ് ദർ ഈസ് ആൻ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ബൈ ദ പീപ്പിൾ വിൽ ഡിമാൻഡ് മോർ. അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, സോ നോർമൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസ് ഹൈ ആകും എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും? ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. സോ RBIയുടെ കണക്ക് പ്രകാരം എത്രയാണ്? 6.6 ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ആണ് ഇന്ത്യയിലുള്ളത്. അതായത് വരുന്ന കാലഘട്ടങ്ങളിൽ 6.6% ഇൻഫ്ലേഷൻ കൂടും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ഈ 1.33യേക്കാളും ഒരുപാട് കൂടുതലാണ്. സോ ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക അഡീഷണൽ ആയിട്ട്. ഓക്കെ, സോ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് പോലെയുള്ള ഒരു കാര്യമായിരിക്കും ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അല്ലാത്തവർക്കും എന്താണ്, ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ കോമൺ സെൻസ് കൊണ്ട് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷനിൽ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഡിസ്കഷൻ എന്താണ്? മലയാളം ലാംഗ്വേജ് ബിൽ 2025. സോ സ്റ്റേറ്റിന്റെ പേജിൽ ഒരു ചെറിയ കോളം വാർത്ത വന്നപ്പോഴേക്കും നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കറന്റ്ലി ഇന്നത്തെ പത്രം വായിക്കുമ്പോൾ ഡു യു ഫീൽ കോൺഫിഡൻസ്? എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻസുകളെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ UPSC കറന്റ് അഫയേഴ്സിനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ടോ? സോ നമ്മളൊരു ചെറിയ വാർത്ത വന്നപ്പോഴേക്കും നമ്മളത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ആർട്ടിക്കിൾ 29 കണക്ട് ചെയ്തുകൊണ്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നലത്തെ പത്രത്തിലും എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പത്രത്തിലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിലെ മലയാളം ലാംഗ്വേജ് ബില്ലിനെ കുറിച്ചിട്ട് പറയുന്നു. സോ കർണാടക ഗവൺമെന്റ് പറയുന്നത് മലയാളം ലാംഗ്വേജ് ബില്ല് ആർട്ടിക്കിൾ 29 പ്രകാരം എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. എനി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി റിസൈഡിങ് ഇൻ എനി പാർട്ട് ഓഫ് ദ ഇന്ത്യ, ഓക്കെ, അവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളതും കൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കൊടുത്തിരിക്കുന്നത്. അവരെ ലാംഗ്വേജിന്റെ ബേസിലോ റേസിന്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് മലയാളം ലാംഗ്വേജ് ബിൽ എന്നാണ് കർണാടക ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ കേരള ഗവൺമെന്റ് പറയുന്നത് അല്ല, അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ബില്ലല്ല, മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അതിനുണ്ട്. എന്നാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക്
കൃത്യമായിട്ടുള്ള എന്താണ് പ്രൊട്ടക്ഷൻ ഇതിൽ നൽകുന്നുണ്ട്. സെക്ഷൻ 7 നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കാനായിട്ടാണ് ആര് പറയുന്നത്? നമ്മളുടെ സർക്കാരുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യമന്ത്രിയും രാജീവ് മിനിസ്റ്ററും ലോ മിനിസ്റ്ററും പറയുന്നത്. സോ ഞാൻ സെക്ഷൻ 7 ഒന്നെടുത്ത് നോക്കി. അതിൽ പറയുന്നത് ഇതര സംസ്ഥാന ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ. ഓക്കെ, സോ ഭാഷാ ന്യൂനപക്ഷം എന്താണ്? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്കുള്ള പ്രത്യേക സ്പെഷ്യൽ വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. സോ സ്പെഷ്യൽ എന്താണ് ഭാഷാ മൈനോറിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രാദേശിക സർക്കാർ ഓഫീസുകൾ, പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് കമ്പൽസറി ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് മലയാളം മാറും. ദെൻ ഭരണഭാഷയിൽ, അതായത് ഭരണം, ഡിപ്പാർട്ട്മെന്റുകൾ കമ്മ്യൂണിക്കേഷനുകൾ, ദെൻ G2C കമ്മ്യൂണിക്കേഷൻ, ഗവൺമെന്റ് ടു കൺസ്യൂമർ കമ്മ്യൂണിക്കേഷൻ, ഇത് എല്ലാം ഭരണഭാഷ എന്തായിട്ട് മാറും? മാതൃഭാഷയായിട്ട് മാറുന്ന രീതിയിലാണ് നമ്മളുടെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മലയാളം ലാംഗ്വേജ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികൾക്ക് സെക്ഷൻ 7 ചില എന്താണ് എക്സംഷനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഭാഷാ ന്യൂനപക്ഷക്കാർ സംസ്ഥാന ഗവൺമെന്റ് സെക്രട്ടേറിയറ്റുമായിട്ടും വകുപ്പ് അധ്യക്ഷന്മാരുമായും ഇക്കാര്യത്തിൽ ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങൾ എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രാദേശിക ഓഫീസുകളുമായുള്ള അവരുടെ കത്തിടപാടുകൾ, സോ വാട്ട് എവർ ട്രാൻസാക്ഷൻസ്, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഗവൺമെന്റുമായിട്ട് ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഭാഷകൾ ഉപയോഗിക്കാവുന്നതും, അതായത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ ഭാഷകൾ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള സംഗതികളിൽ അയക്കുന്ന മറുപടികൾ അതത് ന്യൂനപക്ഷ ഭാഷയിൽ, ഏത് ഭാഷയിലാണോ അയച്ചത്, ഫോർ എക്സാമ്പിൾ കന്നഡയിലാണ് നിങ്ങൾ എഴുതി അയച്ചതെങ്കിൽ കന്നഡയിൽ തന്നെ ഉത്തരം ലഭിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, സോ ഗവൺമെന്റ് മലയാള ഭാഷ ഭരണഭാഷ, മാതൃഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ റൈറ്റുകൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സെക്ഷൻ 7 പ്രകാരം. ദെൻ എഡ്യൂക്കേഷൻ, മലയാള ഭാഷയല്ലാതെ മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ദേശീയ പാഠപദ്ധതിക്കനുസൃതമായി അവർക്കിഷ്ടമുള്ളതും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഭ്യമായതുമായ ഭാഷകളിൽ അധ്യയനം നടത്താവുന്നതാണ്. ഓക്കെ, സോ മലയാള ഭാഷയല്ലാത്ത ഭാഷാ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആളുകൾക്ക് ദേശീയ പാഠപദ്ധതിക്ക് അനുസൃതമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ള ഭാഷകളിൽ അധ്യയനം നടത്താവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വെയ്ഗ് ടേമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഭ്യമായതുമായ ഭാഷകളിൽ, ഫോർ എക്സാമ്പിൾ കന്നഡ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഭ്യമല്ല എങ്കിൽ വാട്ട് വിൽ വി ഡു? അവർക്കത് പഠിക്കാനായിട്ട് പറ്റില്ലേ? സോ ഇപ്പോ കറന്റ്ലി കന്നഡ പഠിക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ അവിടെ നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒരു അധ്യാപകനെ നിയമിക്കണം. സോ അങ്ങനെ നിയമിക്കാനുള്ള വ്യവസ്ഥയെ എടുത്തു മാറ്റുന്നതാണോ ഈ ബില്ല് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്രയേറെ ഇതര സംസ്ഥാന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു മാറ്റാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവർക്ക് എന്താണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര ഭാഷകളിൽ നിന്നും പഠിക്കുന്നവർക്ക് മലയാള പരീക്ഷ എഴുതുന്നു ഒഴിവാക്കും. അതായത് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും മലയാള പരീക്ഷ എഴുതുന്നത് കമ്പൽസറി അല്ല എന്ന് കൂടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ സെക്ഷൻ 7 പെർട്ടിക്കുലർലി നോക്കുകയാണെങ്കിൽ, നമ്മുടെ മലയാളം ലാംഗ്വേജ് ബില്ല് പെർട്ടിക്കുലർലി എടുത്ത് നോക്കുകയാണെങ്കിൽ മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വെയ്ഗാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആ വെയ്ഗ്നെസ് എന്താണ് എനിക്ക് കാണാൻ സാധിച്ചത് സംസ്ഥാനത്തെ ഈ സെക്കൻഡ് സബ്സെക്ഷനിലാണ്, സെക്ഷൻ 7 സബ്സെക്ഷൻ 2 അവസാനത്താണ് എനിക്ക് ആ ഒരു വെയ്ഗ്നെസ് ഫീൽ ചെയ്തത്. പക്ഷെ അത് അത്ര വലിയ വെയ്ഗ്നെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെർട്ടിക്കുലർലി അറിയില്ല അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത്. എനിക്ക് പെർട്ടിക്കുലർലി അറിയില്ല. പക്ഷെ പെർട്ടിക്കുലർലി എന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ ആർട്ടിക്കിൾ 229 എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? സോ ഞാൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്?
കോത്താരി കമ്മീഷൻ ഫോം ചെയ്തത്? കോത്താരി കമ്മീഷനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10+2+3 വിദ്യാഭ്യാസത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ അറൌണ്ട് 1964 കാലഘട്ടങ്ങളിലാണ് ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി 1967-68 ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കോത്താരി കമ്മീഷൻ. സോ ഇദ്ദേഹം ഫോം ചെയ്തിരിക്കുന്ന 1960 ശേഷമായിരിക്കും. എന്നാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട്, നമ്മൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതെന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? UGC 1956 ഫോം ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊത്താരി കമ്മീഷൻ അല്ല, രാധാകൃഷ്ണൻ കമ്മീഷനാണ് UGC റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ സർജന്റ് സ്കീം ഓർ സർജന്റ് പ്ലാൻ. നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവുക സർജന്റ് പ്ലാൻ ആയിരിക്കും. സർജന്റ് പ്ലാൻ എപ്പോഴാണ്? 1944 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് പെർട്ടിക്കുലർലി പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് 1940 ശേഷം 1944 സർജന്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പെർട്ടിക്കുലർലി പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ 6 മുതൽ 11 വരെ പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ? ആണ്. ദെൻ ദ യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് 1904 എന്ന് പറയുന്നത് എന്താണ്? ഇനാക്ടഡ് ദ റെക്കമെൻഡേഷൻ ഓഫ് സാറ്റ്ലർ കമ്മീഷൻ അല്ല. കാരണം എന്താണ്? അത് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് ഈ യൂണിവേഴ്സിറ്റി ആക്ട് 1904 പെർട്ടിക്കുലർലി കിട്ടുന്നത് എനിക്ക് പേഴ്സണലി അറിയാനായിട്ട് സാധിക്കുന്നത്, എനിക്കൊരു ടെസ്റ്റ് സീരീസിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഓക്കെ, സാറ്റ്ലർ കമ്മീഷൻ അല്ല, റെയിൽഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ റെയിൽഗ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ് നമ്മളുടെ 1903-4 കാലഘട്ടങ്ങളിൽ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ C സ്റ്റേറ്റ്മെന്റും D സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ട്വിസ്റ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ 1904 നമ്മളുടെ യൂണിവേഴ്സിറ്റി കേഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വരുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ല, യൂണിവേഴ്സിറ്റി ആക്ട്, അതിനുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തത് റെയിൽവേ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ്, സാറ്റ്ലർ കമ്മീഷൻ അല്ല. സാറ്റ്ലർ കമ്മീഷൻ പെർട്ടിക്കുലർലി 1910 ശേഷം, എനിക്ക് തോന്നുന്നു 1917 എന്ത് ചെയ്തിരിക്കുന്നത്? സാറ്റ്ലർ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഡേറ്റുകൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പഠിക്കുമ്പോൾ ഡെക്കേഡിനോടനുബന്ധിച്ചാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് കോത്തരി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1960 ശേഷമാണ് എന്ന് പഠിക്കും. ഓക്കെ, സോ അത് ചിലപ്പോൾ 1964-65 ഡേറ്റിലേക്ക് പോകാം. കൃത്യമായിട്ട് ഇന്ന ഡേറ്റ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ ഓർമ്മയിൽ കിട്ടണമെന്നില്ല, പക്ഷെ എനിക്ക് ഏകദേശം ഒരു ഡെക്കേഡ് മനസ്സിലാകും. ദെൻ സർജന്റ് പ്ലാൻ എനിക്ക് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന 1940 ശേഷം എന്നുള്ളതാണ്. 1944-45 ഏകദേശം നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വതന്ത്രമാകുന്നതിന് മുൻപേ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്ത ഒരു കമ്മീഷനാണ് സർജന്റ് പ്ലാൻ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ റെയിൽവേ കമ്മീഷൻ 1904 കേഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് ഇംപ്ലിമെന്റ് ചെയ്തത്. സോ അതെനിക്കൊരു എന്താണ്, എനിക്ക് തെറ്റിയ ക്വസ്റ്റൻ ആയതുകൊണ്ട്, എനിക്ക് എന്താണ് ടെസ്റ്റ് സീരീസുകളിൽ തെറ്റിയ ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ് റെയിൽവേ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാറ്റ്ലർ കമ്മീഷൻ പെർട്ടിക്കുലർലി 1910 ശേഷം, എനിക്ക് തോന്നുന്നു 16 അല്ലെങ്കിൽ 17 സാറ്റ്ലർ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് സിയും ഡിയും തെറ്റാണ്, ഓപ്ഷൻ എയും തെറ്റാണ്. സോ സർജന്റ് സ്കീമാണ് ശരി. സർജന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1944-45 കാലഘട്ടങ്ങളിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല എങ്കിൽ, ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊന്നും പറയില്ല. കാരണം എന്താണ്, ഇത് ഇറ്റ്സ് എ കണ്ടന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് കണ്ടന്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ കണ്ടന്റ് ആഡ് ചെയ്യുക. സോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ലക്ഷ്മികാന്തിലല്ല, സ്പെക്ട്രം ബുക്കിൽ, മോഡേൺ ഇന്ത്യയുടെ സ്പെക്ട്രം ബുക്കിൽ പെർട്ടിക്കുലർലി ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓർഡറിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് റെയിൽവേ കമ്മീഷൻ, എന്താണ് സാറ്റ്ലർ പ്ലാൻ, എന്താണ് നമ്മളുടെ സർജന്റ് സ്കീം, ദെൻ അതിനുശേഷം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വരുന്നു, ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ് വരുന്നു. ദെൻ കറന്റ് ഇപ്പോൾ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് വരെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ പഠിക്കുന്ന ബുക്കുകളൊന്നും അത് ഉണ്ടായിരുന്നില്ല. കറന്റ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് മുൻപേ വരെയുള്ള എല്ലാ ഡിസ്കഷനും ആ ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് റിവൈസ് ചെയ്തേക്കുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വിട്ടുകളയരുത്. കണ്ടന്റ് ബേസ്ഡ് ആണ് നിങ്ങളുടെ മിസ്റ്റേക്കുകളെങ്കിൽ കണ്ടന്റ് കുറച്ചുകൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ.